എന്റെ അഭിപ്രായത്തില് കൺമഷി കല്യാണം കൈകൊള്ള മെച്ചൂരിറ്റി ആയിട്ടില്ല. അല്ല, എന്നായാലും ഒരു കല്യാണം വേണ്ടതല്ലേ? അതിന് എന്നായാലും നമ്മളൊക്കെ മരിക്കും. എന്നോട്ട് ഇപ്പഴേ മുക്കി പഞ്ഞു വെക്കണോ? മിണ്ടാ എണീറ്റ് പൊക്കി അവിടുന്ന്. നിർത്ത്. ഈ കാര്യം നമ്മൾ മാത്രം ചർച്ചയൊന്നുണ്ടായില്ല. കൺമഷി എന്താ പറയുന്നേ? അതെ, ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. സംഗതി കല്യാണ കുട്ടിക്കളിയല്ല. ഏതായാലും വരുന്ന പയ്യനെ ഞാനൊന്ന് കാണട്ടെ. കണ്ടിട്ട് ഇഷ്ടപ്പെടുമോ നോക്കട്ടെ. ഇഷ്ടപ്പെട്ട പയ്യനെ ഇഷ്ടപ്പെട്ട കൺമഷി നമ്മളെ തരിച്ചാക്കി പോവില്ലേ? കൺമഷി, ഒരു കാര്യം ഓർമ്മ വേണം. നീ ഞങ്ങളുടെ സംഗതിപ്പെട്ട ഒരാളാ. അതെ, നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്കുണ്ട്. അയ്യോ മണ്ടൂസുകളെ, മരമണ്ടൂസുകളെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം നോക്കാതെ ഞാനൊരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിർത്തേ, അധികം തുള്ളണ്ട. പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറിപ്പോന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെയും കൂട്ടത്തിലൊന്നും എന്നെ പെടുത്തണ്ട. കൺമഷി ഒരു തടവ சொன்னா അത് 100 തടവ சொன்ன മാതിരി. കൺമഷി, നീ എനിക്കൊരു വാക്ക് തരുവോ? എന്താ ചിന്നു? എന്റെ കല്യാണം കഴിട്ട് നീ കല്യാണം കഴിക്കാവോ? ഇതെല്ലാം ഇറക്കി വീടാ. അല്ല, പൊള്ളാച്ചിലെ പച്ചക്കറി ചന്ത മൊത്തം എത്തിയോ? അയ്യോ, ഇത് ചന്തന്നും കടയിൽ നിന്നും വാങ്ങിച്ചല്ല, മുരുകണ്ണന്റെ ഫോമിൽ നിന്ന് കൊണ്ടുവന്നതാ. മുരുകണ്ണൻ നിനക്കൊന്നും ഓ, തന്നിട്ടില്ലേ? എല്ലാം തന്നിട്ടുണ്ട്, തരാൻ. എല്ലാം നശിപ്പിച്ചു. ഈ വാനരന്മാർക്ക് കുരുത്തക്കേട് കാട്ടാനായിട്ട് സർക്കാരിന്റെ വക അവധി 2 മാസം. ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. മാറി നിൽക്കും വരുമോ? കുട്ടികളെ ഇങ്ങനെ വേണം, എന്തൊരു ബഹുമാനം. குழந்தைங்கன்னா கொஞ்சம் குறும்பு கொஞ்சம் விளையாட்டெல்லாம் இருக்குதா சகஜம். வாங்கோ. அம்மா கண்மஷிங்க உள்ள இருக்கு. இத பாரு, அவளுக்காக நான் பூ வாங்கிட்டு இருக்கேன். അതെ, അധികം നീട്ടി വലിച്ച് എഴുതണ്ട. ചെക്കനെ ഇഷ്ടപ്പെട്ടു. കൺമഷി, അണ്ണാ, ഫാത്തിമ, ആ ഇരിക്ക്. ദാ, ഈ മുല്ലപ്പൂ കൂടെ വെച്ചാ നല്ല ഐശ്വര്യായി. കൺമഷി, ചെക്കനും കൂട്ടരും വന്നാ ഒന്നേ. ചെറുക്കാൻ പോരട്ടോ, എന്റെ പകുതി ഗ്ലാമർ പോലും ഇല്ല. അയ്യോ ആണോ? അയ്യോ, അപ്പൊ മോള് പാടുമല്ലേ? പാടുമെന്നോ? നല്ല അസലായിട്ട് പാടും. നല്ല ജ്ഞാനം. കോളേജിൽ ചേർന്ന് 2 മാസം കഴിഞ്ഞപ്പോ പഠിപ്പിക്കുന്ന വാദ്യാർക്ക് ശ്രുതിയും സ്വരസ്ഥാനവും ഇല്ലെന്ന് അവള് കണ്ടുപിടിച്ചു. അതോടുകൂടി പഠിപ്പ് നിർത്തി. പിന്നെ അവള് കുറച്ചുനാൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിച്ച കഥ പറഞ്ഞാലേ. അല്ല, ഈ പയ്യന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ BPL-ന്റെ ഏരിയ മാനേജറായി കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നു. എവിടെ? പാട്ടി, ഈ TV ഇല്ലേ, TV അന്ത കമ്പനിയിലെ. കുട്ടിയൊന്ന് വിളിച്ചാല്. പാർവതി, കൺമഷി അല്ല, ആരെ വിളിക്കാൻ? കൺമഷിയോ? കൺമഷി. ഓ, അത് സേതുലക്ഷ്മിയുടെ ചെല്ലപ്പേരാ. ഇവിടെ എല്ലാവരും അവളെ എങ്ങനെ വിളിക്കുക? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പേര് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? അതെ, അവള് കുഞ്ഞായിരിക്കുമ്പോ ഒരേ ഒരു കാര്യത്തിന് അവള് വാശി പിടിച്ച് കരഞ്ഞിട്ടുള്ളൂ. ഒരപ്പല്ലിന് വേണ്ടിയിട്ടല്ല, കണ്ണെഴുതാൻ. നന്നായി വാലിട്ട് കണ്ണെഴുതിയാൽ അവൾക്ക് തൃപ്തിയായി. കൺമഷി എന്നുള്ള വിളി കേൾക്കുമ്പോ പൊട്ടിച്ചിരിക്കുമായിരുന്നു കുട്ടിക്കാലത്ത്. അവക്ക് ആ വിളി ഇഷ്ടപ്പെട്ടപ്പോ ഞങ്ങള് മാറ്റാൻ പോയില്ല. അങ്ങനെ അവള് കൺമഷിയായി. കൺമഷി, മനസ്സ് മാറരുതേ. കൺമഷി, പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. അല്ല, ചെറുക്കനും പെണ്ണനും തനിച്ചെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കില്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതേതായാലും നന്നായി. ഇവക്കെ പയ്യനോട് എന്തോന്നോ ചോദിക്കാനുണ്ടെന്ന്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളല്ലേ. എന്താ എന്നോട് ചോദിക്കാനുള്ളത്? മടിക്കണ്ട, എന്തു എന്നോട് പറയാം, ചോദിക്കാം.
കമോൺ. കൺമഷി ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതെ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. കൺമഷിക്ക് പ്രേമമില്ല, ഒരു തേങ്ങയില്ല, മനസ്സിലായോ? ആരാ നിങ്ങളൊക്കെ? പേടിക്കണ്ട, ഞങ്ങളെല്ലാം കൺമഷിയുടെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എന്താ മനസ്സിലായില്ലേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ചങ്ങാതിമാർ എന്ന് പറയും. ഓഹോ, അപ്പൊ ചുവപ്പ് മലയാളത്തിലോ? സഖാക്കൾ. അതൊക്കെ പോട്ടെ, മാസം എന്ത് തടയും? എന്ത്? അല്ല, ശമ്പളവും കമ്മീഷനും അടിച്ചുമാറ്റിലും എല്ലാം കൂടെ എത്ര കിട്ടും? നിങ്ങളുടെ കൺമഷിയെ പട്ടിണിക്കിടാതെ നോക്കാനുള്ളത് കിട്ടുമെന്ന് കൂട്ടിക്കോ. അങ്ങനെ കൺമഷിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളും നോക്കാൻ കഴിയണം. നിങ്ങളുടെയോ? എന്താ ഇത്, പെണ്ണും കുട്ടികളും അടക്കമുള്ള ഒരു പാക്കേജ് സ്കീമോ? അപ്പോൾ കൺമഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണത്തിന് കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല, വെയിറ്റ് ചെയ്യാം. അധികം നാളൊന്നും വേണ്ട, ഒരു 15 കൊല്ലം മതി. 15 കൊല്ലോ? എന്താ 20 ആക്കണോ? അല്ല, ഒരു 60 ആയിക്കോട്ടെ. എന്നാ പിന്നെ നേരിട്ട് അങ്ങ് കുഴിയിലോട്ട് എടുക്കാമല്ലോ. ഹലോ, എന്തിനാ ഇങ്ങനെ ഹീ 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 എന്ന് പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാ ചിരിക്കല്ലാതെ എന്താ ചെയ്യാ? അല്ലേ കൺമഷി? കൺമഷി, എന്താ ഇതൊക്കെ? ഇവര് പറഞ്ഞത് നേരാ. എനിക്ക് ശരിക്കും കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. ആവുമ്പോ ഞാൻ ചേട്ടനെ അറിയിക്കാം. ഇപ്പൊ പോയിക്കോ. ഇപ്പൊ നിനക്ക് കൺമഷിയെ കെട്ടിച്ചെന്നാലേ കുരങ്ങണ്ടായി പൂമാല കിട്ടിയോളായി പോവളുടെ ജീവിതം. എന്താ നോക്കുന്നേ? Who's the secret of my energy? അതല്ല അന്തക്കാലം. ഇപ്പൊ അത് വല്ലതും പറഞ്ഞു വല്ല കാര്യമുണ്ടോ? അല്ല, ഇത്ര വേഗം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇതുകൂടെ ബാക്കിയുണ്ട്. മേലാൽ ഇത്തരം കേസ് കെട്ടുകളും കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. വാച്ചാ പോവാം. നിനക്ക് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, മോളെ ഭ്രാന്തിന് ചികിത്സിക്കാനുള്ള ഏർപ്പാട് നോക്ക്. കൺമഷിയും ചാന്തും പൊട്ടും കണ്ടപ്പോഴേ തോന്നിയ ഒരു വട്ട് ഫാമിലിയാണെന്ന്. ഡേയ്, ആർക്കാടാ വട്ട്? നിനക്കും നിന്റെ ഫാമിലിക്കാ വട്ട്. പോതല്ലേ? നല്ലതൊരു തന്തയാ. വിടാനെ. ഹലോ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. 15 വർഷം. ஏண்டா இவ்வளவு லேட்டா வந்த? எல்லாம் சொல்றேன். கண்மஷி எங்க? ஏய், எல்லாம் எனக்கு தெரியும். ஐ நோ. கண்மஷியை காமிக்கிறதுக்கு தானே அப்படி ரஜினிகாந்த் ஸ்டைல்ல வந்து நின்னே. டேய், கடவுள் உன் கூட இருக்காரா? அது கூட பாட்டி ஒரு ப்ளே பண்ணியாச்சு. பொண்ணை பார்க்க வந்தாங்களே, ஒண்ணுமே சரியாவல. அப்படியா? எப்படி? 1 அப்படி 2 3. ஐயோ, பாட்டி. வா பாரதி, மாமி, யார் வந்திருக்கா பாரு. பாரு. ஆஹா, எத்தியோ? ஐயோ முருகா, நின்னோடு ஞான் எத்தனை வாட்டி சொல்லியிருக்கு இந்த மாதிரி ஒன்னும் கொண்டு வர வேண்டாம். மாமி, கொண்டு வரண்டான்னு வரணும் നിങ്ങളുടെ മാന്യത, கொண்டு വരേണ്ടത് എന്റെ മാന്യത. கரெக்ட். முருகன் சொன்னதுதான் கரெக்ட். ஐ நோ. യു നോ പാട്ടി. യെസ്, എക്സാക്ട്ലി. മാമി, ഈ കൈ ഒന്ന് തൊട്ട് വയ്ക്കാൻ. തൊട്ട് നോക്ക്. ഇത് സാധാരണ പട്ടന്മാരുടെ പഞ്ഞു പോലത്തെ കൈയല്ല. കൈക്കോട്ട് പിടിച്ച് അധ്വാനിച്ച് തഴമ്പ് വീണ കൈകളാ. ഈ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും. ഇതിനകത്ത് എന്റെ സ്നേഹവും വയർപ്പും ഒക്കെ ഉണ്ട് മാമി. മുരുക, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കൊരു വിഷമമില്ല മാമി. 14-ാം വയസ്സിലെ എന്റെ അപ്പനും അമ്മയും മരിച്ച് അനാഥനായവനാ ഞാൻ. പാട്ടിയുടെ നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാ ഞാൻ വളർന്നത്. ഈ ജന്മം മുഴുവൻ നിങ്ങളോടൊക്കെ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക്. என்னடா இது குழந்தை மாதிரி? போடா. അഗോ പോറോ. കൺമഷി, എന്താ? മുരുകനും വന്നു. അത് ഞാനെന്താ വേണ്ടേ? തല കുത്തി നിൽക്കണോ? അതൊന്നും വേണ്ട. കുറച്ചു നേരത്തേക്ക് ചവിട്ടും കുത്തൊന്നും ഇല്ലാതെ മുരുകനെ പ്രേമിക്കാൻ പറ്റുന്ന തരത്തിൽ നീ ഒന്ന് നിന്നു കൊടുത്താ മതി. ദേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ആ പാവത്തിനായിട്ട് വട്ട് കളിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ കൺമഷി നിന്റെ അപ്പനെ പോലെ വീടൊക്കെ പറഞ്ഞേ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒറ്റ വീക്ക് ഞാൻ വെച്ചു. അതെ, ഞങ്ങൾക്കും നിനക്കും ചില മെച്ചങ്ങളുള്ള ഈ പരിപാടിയില് നിനക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം.
അല്ലെങ്കിൽ കൺമഷിക്ക് പവർ കൂടുതലാ. മുരുകണ്ണ എന്നെയായിരുന്നു പ്രേമിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തിനു സമ്മതിച്ചെന്നെ. അയ്യടെ പ്രേമിക്കാൻ പറ്റിയ കാന്താരി. മുരുകണ്ണ നിന്നെ കിട്ടിയിരുന്നാ കഞ്ഞിക്ക് കടിച്ചു കൂട്ടാനോ? മുരുകണ്ണ പറഞ്ഞു കൺമഷി പ്ലീസ്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിണക്ക് നടിച്ചു മാറി നിൽക്ക്. എല്ലാരുണ്ടല്ലോ. അങ്ങനെ മാറ്, മുരുകൻ ഇറങ്ങട്ടെ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കൈ കാണിച്ചോ. പിടിച്ചേ. മുരുകണ്ണ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിങ്ങൾ എന്നെ ചതിക്കോന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഈ സഹായം എന്നും ഉണ്ടാവണം. അങ്ങോട്ട് കേട്ടിക്കോ. ഇനി ഇതുപോലെ എന്തെങ്കിലും പാറകൾ വന്നാ പൊളിക്കും. ഞങ്ങൾ പൊളിച്ചിരിക്കും. കൺമഷി മുരുകണ്ണനുള്ളതാ. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവളെ വേറൊരുത്തൻ കൊണ്ടുപോവില്ല. മതി, എനിക്കത് കേട്ടാ മതി. മുരുകണ്ണൻ അറിയോ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? മുരുകണ്ണന്റെ കൺമഷിയുടെ കല്യാണം. എപ്പോഴാ കണ്ടത്? വെളുപ്പാൻ കാലത്ത്. അയ്യോ, എന്നാ സത്യ അത് നടന്നത് തന്നെയാ. കൺമഷി എവിടെയാ? മുരുകണ്ണ ഇന്നലെ വരാത്തോണ്ട് അവള് പിണങ്ങിയിരിക്ക. ദാ അവിടെ. കൺമഷി, അയ്യോ ഞാൻ ചെല്ലട്ടെ. സോറി കൺമഷി, മനഃപൂർവ്വമല്ല. ജോലി തിരക്ക് കാരണം. വാക്ക് പാലിക്കാത്തവരെ എനിക്ക് കാണണ്ട. അങ്ങനെ പറയല്ലേ കൺമഷി, എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ. ദാ നോക്ക് ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. കൺമഷി, അമ്മേ. ഇത് വെച്ചിക്ക, ഞാനിന്ന് പാട്ടയും കൊണ്ട് പൊള്ളാച്ചിക്ക് പോവും. കൺമഷി വരുന്നുണ്ടാ? അത് ഞാൻ അടുത്ത പ്രാവശ്യം. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കൺമഷിക്ക് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുമ്പോ കണ്ടാ മതി. നിങ്ങൾ ഇതിനെ കെട്ടിയെടുത്താ പോയി കളിച്ചേൻ. കൺമഷി ആദ്യമായിട്ടൊന്ന് ടച്ചിങ്സിൽ എത്തിയതായിരുന്നു, അതും കൊളാക്കി. ഈ കേസിന്റെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന സുപ്രധാനമായ ഒരു തെളിവ് ഞാനിവിടെ ഹാജരാക്കുക. ഭാര്യ ഭർത്തൃബന്ധത്തിൽ കിടപ്പുമുറിയിലെ അലമാരയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്രതീക്ഷിതമായി ഭർത്താവ് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയുടെ കാമുകൻ ഒളിച്ചിരിക്കുക അലമാരയ്ക്കകത്താണ്. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ കിടപ്പുമുറിയിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഭാര്യ എന്ന പദത്തിന്റെ സകലമാന പവിത്രതയും ചവിട്ടി ചാണ പരുവമാക്കിയ ഈ സ്ത്രീയെ ഞാൻ എന്ത് ചവിട്ടി ചാണമാക്കിയെന്നാ? നിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ വാദിക്കാൻ പോകുന്ന കേസിന്റെ നശിച്ച ഒരു കേസ്. ആനന്ദവല്ലി, കരിനാക്ക് വളയ്ക്കാതെ ആറ്റുനോറ്റ് ഉരുളികമഴ്ത്തി കിട്ടിയ കേസായത്. നിനക്കറിയോ, ഞാൻ ശയന പ്രദർശനം ചെയ്യുമ്പോ ഓരോ ഉരുളലിനും എലിവാണം പോലെ ലോ പോയിന്റിന്റെ ബ്രെയിനിൽ എരച്ചു കയറിയത്. എലിവാണം വിട്ടോണ്ട് ഇവിടെ ഇരുന്നോ, അവസാനം പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും. പഴയ പോണ സാറന്മാരെ, ആരെങ്കിലും ഒരു കേസ് തരണേ. കേസില്ല വക്കീലാണേ സാറേ. തെണ്ടേണ്ടി വന്നാലും ഞാൻ ഈ കോട്ട് ഊരൂല. നിങ്ങൾ ഊരാതിരിക്കും, എന്താണെങ്കിലും ചെയ്യ. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. അമ്മാവന് ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ അമ്മാവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യും. ചിതാഭസ്മത്തിൽ 100 ഗ്രാം മാറ്റി വെച്ചിട്ട് ബാക്കി ഗംഗയിൽ ഒഴുക്കും. എന്തിനാ 100 ഗ്രാം മാറ്റി വെക്കുന്നേ? ദിവസവും നെറ്റിയിൽ ചാർത്തി കോർട്ടിൽ പോയി കേസ് വാദിക്കാം. അയ്യോ, അമ്മാവന്റെ ഭസ്മത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, സ്വത്തിന്റെ കാര്യ. പണ്ട് അടിച്ചിറക്കി വിട്ട ഉണ്ണി ഏതായാലും തിരിച്ചു വരാൻ പോണില്ല. ആ നിലയ്ക്ക് ഈ സ്വത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിക്ക് ഉള്ളതാ. എത്ര തവണ പറഞ്ഞതാ. ഇപ്പൊ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ അളിയനല്ലേ, എന്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചില്ല? അമ്മാവിന്റെ കാലം കഴിഞ്ഞാൽ അറിയാം ഇവരുടെയൊക്കെ തനി സ്വഭാവം. നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കും, നോക്കിക്കോ. എടേ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? നമ്മുടെ മകൻ പ്രകാശിനെ കൊണ്ട് വർഷയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ആ സദ്യ ഉണ്ടിട്ട് ഏമ്പക്കം വിടാനല്ല. വിചാരിച്ച പോലെ അല്ല, കാഞ്ഞ ബുദ്ധിയാ.
എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? ഞാൻ വന്ന ശല്യായോ? മോനെ പ്രകാശ, നീ ഒരു ശല്യമാണെന്ന്. എങ്ങനെയാ ശല്യമാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമല്ലേ നീ? അച്ഛാ, എനിക്കിന്ന് കോളേജിൽ പോണം. പൊയ്ക്കോളൂ. ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. കൊടുത്തോളൂ. കൊടുക്കാനോ? ഫീസ് നീ നിന്റെ അച്ഛനെ പോലെ കേസിലെ വക്കീലാവാൻ വേണ്ടിയല്ലേ പഠിക്കുന്നത്? ഉള്ള സമയം മുത്തച്ഛനെ സഹായിച്ചു ഇവിടെ ഇരുന്നാ മതി. അതുകൊണ്ട് നേട്ടങ്ങൾ പലതാ. അതെ, ആർത്തി മുത്ത് ഭ്രാന്ത് പിടിക്കണ്ട. അച്ഛാ, ഫീസ്. അയ്യോ മോനെ, അച്ഛനൊരു കേസുണ്ട്. കേസിന്റെ ഫീസ് കിട്ടിയിട്ട് മോന്റെ ഫീസ് തരാം. അത് കിട്ടിയതിന് അച്ഛാ ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കണം. അച്ഛാ, സമയം പോയത് അറിഞ്ഞില്ല. അതെ, കക്ഷികൾ കാറുമായി എത്തി. ഞാൻ കോർട്ടിലേക്ക് പോകാം. നമുക്ക് പിന്നെ കാണാം. നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചെന്റെ കക്ഷികളായിരിക്കും. അളയന്റെ കാറുള്ള സ്ഥിതിക്ക് ഇന്നത്തെ കോടതി പോക്ക് അതിലാകാം. എന്താ? അയ്യോ, എനിക്കുടനെ ഫാക്ടറിയിലേക്ക് പോണം. അയ്യോ, അത് വേണ്ട. അതിൽ പോയാ എന്റെ കേസും പോവും, ഫീസും പോവും, ഫ്യൂസും പോരും. ഓട്ടോയിൽ പോവാം. അതാ നല്ലത്. നമുക്ക് ഓട്ടോയേ ഉള്ളൂ ശരണം. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. കൺമഷി, കൺമഷി, വാ വാ വാ. പക്ഷെ ഒരു മിനിറ്റ്. എവിടെ വരെ ആയി? ഇത് നിന്റെ മൂമെന്റ്. അയ്യോ, കുതിര പോയല്ലോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ലോണം ആലോചിക്കട്ടോ. വാ വർഷ. ആരാടാ അവിടെ? ആരാണെന്നാ ചോദിച്ചേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞങ്ങൾ എം.എൻ. നമ്പ്യാരെ കാണാൻ വന്നതല്ല, കൺമഷി വിളിക്കാൻ വന്നതാ. നിങ്ങളോട് ആരാ മതിലി ചാടാൻ പറഞ്ഞത്? ഈ കോമ്പൗണ്ടിനകത്ത് കടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എം.എൻ. നമ്പ്യാരിങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും പണ്ട് എം.ജി.ആറിനോട്. അത് ഞങ്ങളടുത്ത് വേണ്ട. പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ എല്ലാത്തിനും മുട്ടിയാ തല്ലി ഓടിക്കും. അവിടെ ഇരുന്ന് പേടിപ്പിക്കാത്ത ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ നമ്പ്യാരെ. അധികം വെറുപ്പിച്ചാലേ ഞങ്ങളെല്ലാരും കൂടി ഇവിടെ മൂത്രയിച്ച് നാട്ടിപ്പിച്ചാലും. ഒഴിക്കടി, ചോണേട്ടെ ഒഴിക്കടി. ഒഴിക്കും, എല്ലാരും ഒഴിക്കും. എന്താ ഇത്? എന്താ നിന്ന ഞാൻ എന്താ കാട്ടേ? അതെ, കൺമഷിയുടെ അപ്പം പറഞ്ഞോണ്ടാ ഇപ്പൊ ഞങ്ങൾ പോന്ന്. മനസ്സിലായോ? ഓടാ. മെഡിക്കൽ റപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം മരുന്നൊക്കെ കൈ കാണും. പ്ലാസ്റ്റർ ഉണ്ടാവുമോ? കൺമഷി, നീ പറഞ്ഞ സമയം കറക്റ്റ് അല്ലേ? 10:30 കഴിഞ്ഞല്ലോ. ഇനി വേറെ ഏതെങ്കിലും വഴിക്ക് പോയോ? ഏത് വഴിക്ക് പോവാൻ? നമ്മുടെ ഏരിയയിൽ ഇതിലേ അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതാ റെഡിയാക്കോ, റെഡിയാക്കോ. വേഗം വേഗം വേഗം. 1 2 3 4. എങ്ങനുണ്ട് മെഡിക്കൽ റപ്പ്? ഇപ്പോഴും കൺമഷിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? വരട്ടരുത്. അതെ, തടി കടാണ്ടെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു കിട്ടോ. കൺമഷിയെ കല്യാണം കഴിക്കാനുള്ള മോഹമായിട്ട് ഈ ഭാഗത്തേക്ക് വന്നേക്കരുത്. മനസ്സിലായ മെഡിക്കൽ റപ്പ്? മെഡിക്കൽ റപ്പാ? ആരാ നിന്റെ മെഡിക്കൽ റപ്പ്? കൺമഷിയെ പെണ്ണു കാണാൻ വന്നതല്ലേ? ഏത് കൺമഷി? എടാ, എന്താടാ നിനക്കൊക്കെ? റോട്ടിൽ കയറി കെട്ടി വണ്ടി മറിച്ചിട്ടാണോ നിന്റെ കളി? എല്ലാറ്റിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ചെവിന് കൈ എടുക്കണോ? നീ ആരാ അത് പറയാൻ? കൺമഷി. ഓ, അപ്പൊ നീയാണ് ഇവരുടെ നേതാവ്. ഹലോ, എവിടേക്കാ? ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. സമാധാനം പറയേണ്ട താനോ? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തെന്നറിയോ? എല്ലാം നശിപ്പിച്ചില്ലേ? താൻ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ട് ഇപ്പൊ കുറ്റക്കാരൻ ഞാനോ? താൻ അധികം ന്യായം പറയണ്ട. കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. അത് ദൈവാധീനാന്ന് വിചാരിച്ചോ?
വിടാൻ നോക്ക്. ഹ, നിക്കടി അവിടെ. നീ പോടാ പൂച്ചക്കണ്ണ. ആരാ? അഡ്വക്കേറ്റ് ഭാസ്കര മേനൻ. ഭാസ്കര മേനൻ? അതെ, ഞാൻ തന്നെ. എവിടുന്ന്? ഐ എം വിഷ്ണു. മഹാവിഷ്ണു? അല്ലല്ല, വെറും വിഷ്ണു, ഫ്രം മുംബൈ. ഓ, മുംബൈ. ഇത് മുംബൈ പറയായിരുന്നില്ലേ? ഞാൻ കേസ് ജയിച്ച് ഒരു അവിടം വരെ എത്തി. എനിക്ക് അല്ല, ഞാൻ ഒരൊറ്റ സിനിമ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയതുപോലെ. ഇനി ഫീസ് കൂട്ടാം. കൃഷ്ണൻ വരും, അതിന് സംസാരിക്കാം. വിഷ്ണു വരും, അതിന് സംസാരിക്കാം. ഇരിക്കൂ. സത്യത്തിൽ ഞാൻ വളരെ ബിസിയാണ്. കേസുകൾ കിട്ടാറേ ഇല്ല, അല്ല എടുക്കാറില്ല. പിന്നെ നിങ്ങൾ മുംബൈയിൽ നിന്ന് വന്നതായോണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പറയും. എന്താണ് കേസ്? കേസോ? എന്ത് കേസ്? അപ്പൊ കേസിന്റെ കാര്യം പറയാനല്ലേ വന്നത്? പിന്നെന്താ, അങ്ങാടി നിലവരെ അറിയാനാണോ ഭാസ്കര വക്കീലിന്റെ അടുത്ത് വന്നത്? അതോ തൃശ്ശൂർ പൂരത്തിന് എത്ര അമിട്ട് പൊട്ടിയെന്ന് അറിയാനോ? എന്താ ഇവിടെ? അമ്മാവൻ എഴുന്നേക്ക തൊഴുക. ആരായത്? അറിയില്ല. അറിയാത്തവരെ എന്തിനാ വീട്ടിനകത്ത് കയറ്റിയിരുത്തിയത്? കയറ്റിയതല്ല, കയറി ഇരുന്ന. എന്താ? ഞാൻ ചന്ദ്രമോഹൻ മേനോനെ കാണാൻ വന്നതാ. അയാൾ ഇവിടെ ഇല്ല. എന്നോട് വീട്ടിൽ വരാനാ പറഞ്ഞത്. ഒരു വീട്ടിൽ കയറി വരുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. തന്റെ കാല കിടക്കുന്ന സാധനം അഴിച്ചു വെക്കാൻ പറ്റില്ലേ? കർണന്റെ കവചകുണ്ടലം പോലെ ജന്മനാ കിട്ടിയതാവും. ഇത് പുറത്തങ്ങനെ അഴിച്ചു വെച്ചൂടെ? ഇതങ്ങനെ കണ്ടിടത്തെല്ലാം അഴിച്ചിടാൻ പറ്റില്ല. കോസ്റ്റ്ലിയാ, ഇറ്റാലിയൻ. വല്ല നായ മറ്റേ കടിച്ചോണ്ട് പോയാൽ നിങ്ങൾ സമാധാനം പറയും. ഇവിടെ നായ്ക്കളില്ല. അപ്പൊ കുറയ്ക്കുന്നതോ? ഓ, അമ്മാവനാണോ ഇവിടുത്തെ കാര്യസ്ഥൻ? ഭാസ്കര, മരം പോലെ നിൽക്കാതെ പിടിച്ച് പുറത്താക്കടാ ഇവിടെ. എഴുന്നേക്കടാ. ഇതെന്റെ ഫ്രണ്ടിന്റെ മകനാ വിഷ്ണു. ഏത് ബ്രഹ്മാവിന്റെ മകനായാലും അമ്മാവൻ ഇറക്കി വിടാൻ പറഞ്ഞാൽ എനിക്ക് ഇറക്കി വിട്ടേ പറ്റൂ. ഞാൻ അമ്മാവനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വിത്ത് യുവർ ഗ്യാരണ്ടി ഞാൻ പിടിവിടുന്നു. നീ വാ. നീ പോകാൻ പറ്റേ? വീശുവോ? എന്തേ പയ്യന? ഏഴ് പൈൻ്റും കൂടിയും പോവും. ഓ, നേരം വെളുത്തപ്പോ തന്നെ തുടങ്ങിയോ? നിങ്ങൾ ഈ അടുക്കളയിൽ ചുറ്റിക്കളിച്ച് നിന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? ആനയ്ക്ക് അതിന്റെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലാണ് നിന്റെ കാര്യം. എടേ, ഒരു വീടിന്റെ സ്ഥിരാകേന്ദ്രം അടുക്കളയാണ്. ഇവിടെ നിന്നാണ് എല്ലാം രൂപപ്പെട്ടു വരുന്നത്. ഏത് നേരവും തീറ്റയുടെയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ആ കാര്യം എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടെ നീ ഞാനും അല്ലാതെ ഗൂഢാലോചന നടത്താൻ കഴിവുള്ളവർ മറ്റാരാ ഉള്ളത്? അറിയാത്ത പിള്ളേ ചൊറിയും ആ പിള്ളേന്റെ സമ്മതക്കാരനാണോ? നിങ്ങളുടെ അളിയനും പെങ്ങളും കൂടി എന്തൊക്കെയോ കളികൾ കളിക്കാനുള്ള ഒരുക്കത്തിലാന്ന എനിക്ക് തോന്നേ. മനസ്സിലായില്ല. ഇപ്പൊ ബോംബെന്ന് പുതിയതായി ഇറക്കുമതി ചെയ്തിട്ടില്ലേ ഒരു അവതാരത്തെ? അവന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. നിനക്കെങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവായിരിക്കില്ല. ഞാൻ അതിനെ പൊളിച്ചെടുക്കും. എങ്ങോട്ടായത്? പൊളിച്ചെടുക്കാൻ കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഒന്ന് നിർത്ത്. ആദ്യം അവനെ നമ്മുടെ നിരീക്ഷണ വലയത്തിൽ നിർത്തണം. അതായത് അവന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന്. ഒരു കണ്ണല്ല, എന്റെ രണ്ട് കണ്ണും ഞാൻ അവന് കൊടുക്കും. ഞാനൊരു ദൗത്യം ഏറ്റെടുത്താൽ എന്റെ അന്ത്യം, സോറി, അതിന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇത് സത്യം, സത്യം, സത്യം.